കുടിച്ചപ്പന്നെ പോയിട്ടില്ല. പക്ഷെ തിന്നുമ്പോ ആയിട്ടുണ്ടാവും റസിയമ്മ. നമ്മൾ അന്ന് എടുത്തപ്പോഴില്ലേ എല്ലാരും പറയുന്നു അയക്കൂണു. അതൊക്കെ ആയിട്ടുണ്ടാവും താത്താ. ഇവരെ നേരെ അറിയാം. ഹലോ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതേ ഗൈസ്, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് പുറത്ത് വെച്ചിട്ടൊരു അൽഫാം. കുടുംബക്കാരൊക്കെ കൂടിയിട്ട് ഒരു അൽഫാം ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടി നമ്മൾ അൽഫാമിലേക്ക് മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, കറുവപ്പട്ട, കറാമ്പൂവ് എന്നിങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചെടുത്ത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി വേണ്ട, പിന്നെ മുളക് പൊടി കുറച്ച് കൂടുതലിട്ടു, എരി വേണ്ടമെങ്കിൽ കുറച്ച് കൂടുതലിടുക, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ എന്താ പറയുക നമ്മൾ തക്കാളി, വെള്ളിയുള്ളി എന്നിവയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് അതൊക്കെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു മുറ്റൊക്കെ ചെത്തി നേരാക്കി നമുക്ക് വൃത്തിയാക്കി നേരാക്കിയത് എല്ലാം കഴിഞ്ഞ് കല്ലൊക്കെ കൊണ്ടുവന്ന് അടുപ്പൊക്കെ സെറ്റാക്കി ഞങ്ങൾ തീ കനലൊക്കെ കൂട്ടി സെറ്റായിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ഒരു കലാവിരുദ്ധം കണ്ടിട്ടില്ലെങ്കിൽ നെറ്റിക്കൊന്നും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഒന്ന് സെറ്റായി കിട്ടണം. ഓരൊക്കെ ഒന്ന് ഈ തീൻ്റെ ഇടയിലൊന്നും വരാതിരിക്കാൻ വേണ്ടി ഡ്രമ്മിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടിക്കണം. അതപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതൊക്കെ വീണ്ടും മണൽ കിട്ടണമെങ്കിൽ കുറച്ചധികം വിറകും ചിരട്ടയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ആരും കാണാതിരിക്കാൻ വേണ്ടി, ഉണ്ടാക്കുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം സെറ്റപ്പും കാര്യങ്ങളും അയലും തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെട്ടണത് എന്തിനാണെന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ച് കാണണം. എന്തിനാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉപയോഗിക്കാനാണ്. എണ്ണ പറ്റാനാട്ടോ അത് ഉപയോഗിക്കുന്നത്. കാരണം ഭയങ്കര ചൂടാണ്. കുറച്ച് വലിപ്പമുള്ള അടുപ്പായതുകൊണ്ടും പിന്നെ എടുത്തേക്ക് നിൽക്കാൻ പറ്റില്ല. ചെറിയൊരു കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ വലിയൊരു ഇതെടുത്തിട്ട് എണ്ണ പറ്റാൻ ഉപയോഗിച്ചു. വാഴയുടെ തോമ്പിൻ്റെ ഇതിൽത്തേനാൽ അതാണ് ഇപ്പോൾ എണ്ണ പറ്റാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് കുറച്ചൊക്കെ ചിക്കനൊന്ന് വെന്ത് വന്നപ്പം ഇപ്പോൾ മറിച്ചിടണം. എപ്പോഴെപ്പോഴും നമ്മൾ മറിച്ചിടുകയനുസരിച്ച് ചെറുതായിട്ട് കുറച്ചൊക്കെ എപ്പോഴെപ്പോഴും എണ്ണം ചെറുതായിട്ട് പറ്റുന്ന ഓവർ എണ്ണ ആവുമാണ്.